നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ ടി ലക്ഷ്മി, MD ആൻഡ് CEO, ദേവൈ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക്സ്. പലപ്പോഴും നമ്മൾ ആയുർവേദ ആശുപത്രികളിൽ പോയി ഒരു ഇലക്കിഴി ഇട്ടു എന്ന് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്കിഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇത് പഞ്ചകർമ്മ പ്രൊസീജിയറിൽ വരുന്നതാണോ അതോ ഇതൊരു പൂർവകർമ്മമാണോ, സ്വേദനം എന്ന് പറഞ്ഞൊരു മെത്തേഡാണോ ഇത്, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ട്. പലരും പല പല അഭിപ്രായങ്ങളാണ് ഇലക്കിഴിയെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, അതോ ഇലക്കിഴി എന്ന് പറയുന്നതും പൊടിക്കിഴിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതൊക്കെ എപ്പോഴും നമുക്കുള്ളൊരു സംശയമാണ് അല്ലേ. ശരിക്കും ഈ ഇലക്കിഴി എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ പത്രപോടല സ്വേദം എന്ന് പറയുന്നതാണ്. പത്രപോടല സ്വേദം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശരിക്കും പത്രങ്ങൾ, അതായത് ഇലകൾ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കിഴിയാണ് ഇലക്കിഴി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് ആവണക്കാണ് ഇതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ആവണക്കില, അതുപോലെ തന്നെ എരിക്കില, കരിനൊച്ചിയില, പുളിയില, അതുപോലെ മുരിങ്ങയില ഒക്കെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. അത് ഓരോ പേഷ്യൻറ്റിനും അസുഖം എന്താണെന്നുള്ളതനുസരിച്ച് നമുക്ക് ഇലകളൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും. അതോടൊപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ റീജിയണലി നാരങ്ങ ഇതിനകത്ത് ഇടാറുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പിടാറുണ്ട്. മഞ്ഞപ്പൊടി എന്തായാലും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ പറിച്ചെടുക്കുന്ന ഇലകളിലൊക്കെ ചിലപ്പോൾ കുഞ്ഞ് ഈ പുഴു പോലെയൊക്കെ ഉള്ളതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ശരിക്കും ഈ മഞ്ഞപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നത് വളരെ നല്ലതാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളത്, ഈ ഇലകളെയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, ഒന്ന് ചോപ്പ് ചെയ്ത്, വളരെ തീരെ മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്യുകയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് നുറുക്കിയ ശേഷം ഇതിനെ ഒന്ന് വറുത്തിട്ട് ഒത്തിരി ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇടാം, അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് നമ്മളിവിടെയൊക്കെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് പാകപ്പെടുത്തിയ ശേഷം ഇതിനെ നമ്മളൊരു കോറ എന്ന് പറഞ്ഞൊരു കോട്ടൺ തുണിയിലാണ് നമ്മളിതിനെ കെട്ടുന്നത്. ശരിക്കും ഒരു കോറ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം, ഇനി ഇതിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ സ്വെല്ലിംഗ് ഒക്കെ കൂടുതലുള്ള പേഷ്യൻസിനകത്ത് ചില ചൂർണങ്ങൾ കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് ഈ കിഴി കെട്ടാറുണ്ട്. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജഡാമയാദി പോലെയൊക്കെയുള്ള ചില ചൂർണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്, ചിലപ്പോൾ ഓവർ സ്വെല്ലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും പേഷ്യൻറ്റിന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ചൂർണങ്ങളും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഈ കിഴിയെ ഈ കോറ തുണിയിൽ, വളരെ കട്ടിയുള്ള ഇഴകളുള്ള കോറ തുണി അല്ല ഒരിക്കലും നല്ലത്, ഒരു ഇത്തിരി എന്താ പറയുക, കുറച്ച് ഇഴ അകലമൊക്കെ ഉള്ള ഒരു കോറ തുണിയായിരിക്കും നല്ലത്. ഇതിനകത്ത് ഈ മെറ്റീരിയൽസ്, നമ്മുടെ ഇതിനകത്തുള്ള ഇലകളും നാരങ്ങയും എല്ലാം ചേർത്തിട്ടുള്ള ഈ സാധനം നമ്മൾ കെട്ടി വലിയ ഒരു കിഴിയായിട്ട് വേണം കെട്ടാൻ. ശരിക്കും 2 കിഴികൾ കെട്ടണം. കെട്ടുമ്പോൾ കുറച്ച് വലുതാക്കി തന്നെ കെട്ടുക. ഒരു 2 കൈവെള്ളയുടെ സൈസ് വരത്തക്ക രീതിയിൽ നമുക്ക് ഈ കിഴിയെ കെട്ടി എടുക്കുക. ശേഷം നമ്മളിത് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിഴി ഹോസ്പിറ്റലിലും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ വേദനയുള്ള ഏരിയയിൽ നമുക്ക് ഈ കിഴിയെ ജസ്റ്റ് എണ്ണയിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യാം. കിഴിക്ക് ഉപയോഗിക്കുന്ന തൈലം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശം തന്നെ സ്വീകരിക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലാണ് നമ്മൾ കിഴി ചെയ്യുന്നെങ്കിലും, ഇപ്പോൾ മുട്ടുവേദനയ്ക്ക് നമ്മൾ സഹജരാതി അല്ലെങ്കിൽ മുറിവെണ്ണ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നടുവേദനയുള്ള കണ്ടീഷനകത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി ധാന്യതരം, ഡീജനറേറ്റീവ് ചേഞ്ച് ഒക്കെ ഉള്ള ഒരു പേഷ്യൻ്റിലാണെങ്കിൽ ധാന്യതരം തൈലമായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിന് മുകളിലേക്കുള്ള കണ്ടീഷൻസിനകത്ത് കാർപ്പസസ്യാദി പോലെയുള്ള തൈലങ്ങളും ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ പ്രസാരണ്യാദിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ഈ രോഗി ഒരു വൈദ്യനെ കണ്ട ശേഷം ഈ കുറിപ്പ് എഴുതി വാങ്ങുകയാണ് വേണ്ടുന്നത്, ഏത് തൈലം ഉപയോഗിക്കണം എന്നുള്ളതിലേ. അപ്പോൾ അതനുസരിച്ച് ഒരു തൈലം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലകളെല്ലാം തന്നെ വീട്ടിൽ തന്നെ കളക്ട് ചെയ്ത് ഇതുപോലെ ഈ ഓയിലിനകത്ത് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഏരിയയിൽ, പെയിൻഫുൾ ഏരിയയിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ക്ലിനിക്കൽ സെറ്റപ്പിലും ചെയ്യാം. ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു തെറാപ്പിസ്റ്റാണ് ചെയ്യുന്നത്. അതിന് 7 പൊസിഷൻസ് ഉണ്ട്. ഈ പേഷ്യൻറ്റിനെ കിടത്തിയും അതുപോലെ ഇരുത്തിയും ഒക്കെയുള്ള
7 പൊസിഷൻസ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആ പൊസിഷനിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം അതായത് ഓയിൽ അപ്ലൈ ചെയ്ത് അഭ്യംഗം ചെയ്തതിന് ശേഷം ഈ കെട്ടിയിരിക്കുന്ന ഈ കിഴികൾ എണ്ണയിൽ ഈ പേഷ്യൻറ്റിന് കുറിച്ചിട്ടുള്ള എണ്ണയിൽ മുക്കിയിട്ട് ആ ഭാഗങ്ങളിൽ വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണ് പതിവ്. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ബോഡിയിലും ചെയ്യാൻ പറ്റും. ശരിക്കും ഇത് കിഴി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെയിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വേദനകൾക്ക്, പല വിധത്തിലുള്ള വേദനകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നീരിന്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനകത്ത്, സ്റ്റിഫ്നെസ്സിന്, ഇപ്പോൾ ചില സന്ധിഗതവാദം എന്നൊക്കെ നമ്മൾ പറയും, ജോയിൻറ്റ് ഇൻഫ്ലൈംഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടീഷൻസ്, പലതരത്തിലുള്ള വാദവ്യാധികളിൽ, അതുപോലെ ലോ ബാക്ക് പെയിൻസിനകത്ത്, ഇൻഫ്ലൈം ആയിരിക്കുന്ന കണ്ടീഷൻസിനകത്ത് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റിഫ്നെസ് കൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടൊക്കെ നമുക്ക് കിഴി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിഴി ചെയ്യുന്നത് ഒരു ഡീടോക്സിഫയിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ബോഡി പ്യൂരിഫിക്കേഷൻ എന്നുള്ള രീതിയിലും നമുക്ക് കിഴി ചെയ്യാം. നമുക്കിപ്പോൾ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് ഈ ഇലക്കിഴി ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്യൂരിഫയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ സ്കിന്നിനെ ഇത് സ്മൂത്തൻ ചെയ്യും, ത്വക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും. അതിനൊക്കെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്താൽ മതി. ത്വക്ക് രോഗങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിഴി ചെയ്യാൻ പറ്റും. വളരെ ഒരു എന്താണ്, ശരീരത്തിൻ്റെ ഇമ്പ്യൂരിറ്റീസ് പുറന്തള്ളാനായിട്ടൊക്കെ നമുക്ക് ഈ ഇലക്കിഴികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഏറ്റവും നല്ലത് ഒരു തെറാപ്പിസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. എപ്പോഴും ഒരു തെറാപ്പിസ്റ്റിൻ്റെ കൈകളിലൂടെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ അവസ്ഥകളിൽ നമ്മൾ ചെയ്തുകൂടാ അങ്ങനെയൊക്കെയുണ്ട്. അതായത് കൂടുതൽ നമ്മൾ ഒരു രോഗിക്ക് വളരെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനകത്തൂടെ കടന്നു പോകുന്ന മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ചില രോഗികളുണ്ട്, ചില കഫം എക്സസ് ആയിട്ടുള്ള രോഗികളുണ്ട്, അങ്ങനെയുള്ള കാർഡിയാക് ഇഷ്യൂസൊക്കെയുള്ള ചില രോഗികളുണ്ട്. അങ്ങനെയുള്ളവരിലൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ സ്വേദ അനർഹനായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്, ഗർഭിണികൾ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിനകത്തുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് നമ്മൾ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്വേദനം എന്നുള്ളൊരു പ്രൊസീജിയറായിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഞ്ചകർമ്മയുടെ ഒരു പൂർവ്വകർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വേദനം ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ പുറന്തള്ളാനാണ്. ഒരു മെയിൻ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പേ, പഞ്ചകർമ്മം ചെയ്യുന്നതിന് മുമ്പേ ബോഡിയെ ഒന്ന് പ്രാപ്തമാക്കിയെടുക്കാൻ, ബോഡിയുടെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും നമ്മൾ ആയുർവേദത്തിൽ പത്രപോടല സ്വേദം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള കണ്ടീഷൻസ്, കിഴി ചെയ്തുകൂടാത്ത ആൾക്കാർ തീർച്ചയായും കിഴി ചെയ്യേണ്ട. പക്ഷേ ഒരു ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്കിൻ നല്ലതായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്ത് വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് മന്ത്ലിയൊക്കെ വേണമെങ്കിൽ ഒരു കിഴിയൊക്കെ ചെയ്യാൻ പറ്റും, പത്രപോടല സ്വേദം ചെയ്യാൻ പറ്റും. ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിൽ ചെയ്യുമ്പോൾ നമ്മൾ കോമൺലി ഒരു 7 days ആണ്, മിനിമം ഓഫ് 5 days ഒക്കെയാണ് നമ്മൾ ഒരു കിഴി എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ശേഷം ഒരു വിരേചനവും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിൽ ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ വീട്ടിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനകത്ത് മാത്രം നമുക്ക് കിഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ശേഷം വേണമെങ്കിൽ ഒരു വിരേചനം, ഒരു വയറിളക്കമൊക്കെ നടത്തി കഴിഞ്ഞാൽ ബോഡി ഒന്ന് പ്യൂരിഫൈഡ് ആയിരിക്കുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.